ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലാപ്ടോപ്പ് എങ്ങനെ ചാർജ് ചെയ്യണം എന്നാണ്. എങ്ങനെ പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യണം. പലരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, എൻ്റെ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ, ഇപ്പം നമുക്ക് ബാക്കപ്പ് വളരെ കുറവാണ്. വാങ്ങിച്ച സമയത്ത് 3 മണിക്കൂറെങ്കിലും കിട്ടാറുണ്ടായിരുന്നു, ഇപ്പം ഒരു 1 അവർ കിട്ടിയ മാക്സിമം നമുക്ക് കിട്ടാറുണ്ട്. അതിനുള്ള കാരണം നമ്മളെ ചാർജിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അതെങ്ങനെയാണ് ചാർജ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നമ്മൾ മോശമായ രീതിയിൽ ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഡാമേജ് ആവുന്നതും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി. ഈ ബാറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ടൈപ്പ് ബാറ്ററി കാണാം. ഒന്ന് ലാപ്ടോപ്പിൽ 6 സെല്ലുള്ള ബാറ്ററീസും 4 സെല്ല്, കൂടുതലും 6 സെല്ലുള്ള ബാറ്ററീസാണ് നമ്മൾ കാണാറ്. അപ്പം ഇത് നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു 6 സെല്ല് കാണാം. ഈ 6 സെല്ല് നമ്മൾ ഡബിൾ എ ബാറ്ററി മാതിരിയുള്ളത് തന്നെയാണ്, പക്ഷേ ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസ് ആണത്. പിന്നെ ഉള്ളത് ഇപ്പം ഇൻബിൽട്ട് ആയിട്ട് ബാറ്ററി വരുന്നുണ്ട് ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെ, നമുക്ക് അഴിച്ച് റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഇരുന്നാലും ഈ ബാറ്ററിയും നമ്മൾ പ്രോപ്പറായിട്ട് ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ലാപ്ടോപ്പിന് ലൈഫ് കിട്ടുള്ളൂ, ബാറ്ററി ലൈഫ്, ബാക്കപ്പ് ലൈഫ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ എല്ലാവരും നമ്മളെ വീട്ടിലെ കുട്ടികൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓഫീസിലെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ മിസ്റ്റേക്ക്, ചാർജ് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക്. നമ്മൾ നോർമൽ കാണാറുണ്ട്, ഇങ്ങനെയാണ് നമ്മളൊരു ചാർജിങ് പെർസെൻറ്റേജ് കാണിക്കാറ് നോർമൽ. പലരുടെ ലാപ്ടോപ്പിലും ഇതിൽ കൂടുതലും വ്യത്യസ്തമായിട്ടും കാണാറുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അത് ലാപ്ടോപ്പ് മാത്രമല്ല, ചിലപ്പോൾ മൊബൈലിൽ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളൊരു 50% അല്ലെങ്കിൽ 60%, ഒരു 70% ഒക്കെ നമ്മൾ ചാർജ് കുറഞ്ഞതായിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേഗം ചാർജർ എടുത്ത് കണക്ട് ചെയ്യും. കാരണം അയ്യോ, നമ്മൾ ചാർജർ കണക്ട് ചെയ്തേ പറ്റുള്ളൂ, കാരണം നമ്മളെ ബാറ്ററി ഏകദേശം തീരാറായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ ലാപ്ടോപ്പ് ബാറ്ററി ഡാമേജ് ആവുന്നത്. അപ്പോൾ നമ്മളിതൊരു 50% എത്തുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് കണക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഒരു 6 സെല്ലുള്ള ബാറ്ററി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 50% എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 സെല്ലിനെ നമ്മൾ ഉപയോഗിക്കാതെ വെക്കും. ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ സെല്ല് ഡാമേജ് ആവും. അതായത് നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്ന സമയത്ത് 100% ആക്കിയതിന് ശേഷം ആ 100%നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം, ഉപയോഗിച്ച് ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അടുത്ത ചാർജിങ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ 10% ആകുമ്പോൾ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 100% ആയിക്കഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്ത് വെക്കും, നമ്മുടെ അഡാപ്റ്റർ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിക്ക്, ലാപ്ടോപ്പിൻ്റെ ബാറ്ററിക്ക് നല്ല ലൈഫ് കിട്ടും. കാരണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം 10% ആകുന്ന സമയത്ത് ചാർജ് ചെയ്യുക. ആ ചാർജിങ്ങിൽ നമ്മൾ 100% ആയതിനു ശേഷം നമ്മൾ ചാർജ് റിമൂവ് ചെയ്തേക്കുക. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ലൈഫ് ഒരുപാട് കിട്ടും. ഇത് നമ്മളെ കുഞ്ഞു കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പോൾ അവരൊക്കെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം 100% വരെ എത്തിക്കുക. അതിനുശേഷം ചാർജർ റിമൂവ് ചെയ്യുക. മാക്സിമം അതിൻ്റെ അകത്തുള്ള ബാറ്ററിയിലുള്ള സെല്ലിലുള്ള ചാർജ് ഡിസ്ചാർജ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈഫ് ബാറ്ററിക്ക് കിട്ടും. അപ്പം എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്